സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥിനികൾ ചേർന്ന് കാശ്മീരിൽ ഒരുക്കിയ മലയാളത്തിന്റെ ദൃശ്യവിരുന്ന് കയ്യടി നേടി. കോഴിക്കോട് ജില്ലയിലെ നടക്കാവ് കാരപറമ്പ് സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് മലയാളത്തിന്റെ കഥകളിയും കളരിയും മോഹിനിയാട്ടവുമായി സാംസ്കാരിക വിരുന്ന് കാഴ്ചവെച്ചത്. ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ അഭിനന്ദനം വിദ്യാർത്ഥികൾ നേടി. UAE പ്രവാസി മലയാളി വ്യവസായി ഫൈസലാൻ ഷബാന ദമ്പതികളുടെ ഫൗണ്ടേഷൻ ശ്രീനഗറിലെ കോട്ടിബാർ സർക്കാർ സ്കൂൾ നവീകരിച്ച് നിർമ്മിച്ചതിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഈ മലയാളി പെൺകുട്ടികൾ മിന്നിത്തിളങ്ങിയത്. Because of all the Kashmiri friends that are here, the friends that I made when they came to Kerala as part of this program. ശ്രീനഗറിലെ ഈ ചടങ്ങിനെ വർണ്ണാഭമാക്കിയത് കേരളത്തിൻ്റെയും കാശ്മീരിൻ്റെയും കലകളും നൃത്തങ്ങളുമായിരുന്നു. എന്ത് തോന്നുന്നു ഈ വേദിയിൽ സംസാരിച്ചപ്പോൾ? ആദ്യം കുറച്ച് പേടിയുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു മൊമെന്റിൽ എനിക്കൊരു ടെൻസ്നെസ് ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ പറ്റുന്ന അത്ര കോൺഫിഡൻസിൽ പറഞ്ഞു നോക്കി. എന്താണ് പറയാൻ ശ്രമിച്ചത്? അതായത് ഇപ്പോൾ കേരളത്തെയാണ് നിങ്ങളിവിടെ മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റുന്നത്, പക്ഷേ കേരളത്തെ നിങ്ങളുടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ വരുന്ന ടീമുകൾ അങ്ങോട്ട് വന്നിരുന്നു അല്ലേ? എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് ആ സമയത്ത് പരസ്പരം കണ്ടുമുട്ടിയപ്പോഴൊക്കെ? ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കണ്ടുമുട്ടിയത് സ്കൂളിലായിരുന്നു. നമ്മളിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഷെയർ ചെയ്തു. അവർ നമ്മളുടെ സ്കൂളിൽ വന്നു, നമ്മൾ അവരുടെ സ്കൂളിലാണല്ലോ ഇപ്പം. പിന്നെ നമ്മൾ അവരോട് സംസാരിച്ചു, അവരുടെ കൂടെ നല്ല രസമായിരുന്നു. നമ്മൾ ഭയങ്കര കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ ക്ലോസ് ആയി, നല്ല ഫ്രണ്ട്സ് ആയി. കാശ്മീരും കേരളവും തമ്മിലൊരു ബന്ധം നമുക്ക് സ്റ്റേജിൽ കാണാൻ പറ്റി. രണ്ട് കലകൾ, നൃത്തം, ഇവരുടെ പെർഫോമൻസ് എല്ലാം ഗംഭീരമായിരുന്നു. അത് എത്ര നാളത്തെ ഒരുക്കങ്ങളുണ്ടായിരുന്നു? എത്ര റിഹേഴ്സ് ഉണ്ടായിരുന്നു? ആരാണ് പഠിപ്പിച്ചത്? അതേക്കുറിച്ചൊന്ന് പറയാമോ? നമ്മൾ 1 month. അതിൻ്റെ പിന്നിൽ ഒബ്വിയസ്ലി നമ്മളുടെ കൂടെ ഉള്ള ടീച്ചേഴ്സും സ്റ്റാഫും ഉണ്ട്. റോഷ്ന മാം, പിന്നെ നമ്മൾ പ്രാക്ടീസൊക്കെ സത്യവ്രതൻ സാർ നമ്മളെ പഠിപ്പിച്ചത്. അതെ, സാറാണ്. പിന്നെ നമ്മളുടെ മോഹിനിയാട്ടം പ്രാക്ടീസ് നമ്മളുടെ സ്കൂളിൽ തന്നെയാണ് നടക്കുന്നത്, നടക്കാവ് സ്കൂളിലാണ് നടന്നത്. ബാക്കിയുള്ള പ്രാക്ടീസ് ഇവിടെ വന്നിട്ട് അന്ന് നമ്മളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, കേരളയ്ക്ക് വന്ന അന്ന് നമ്മൾ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. സാധാരണ കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളിലൊക്കെ വളരെ മോശം അവസ്ഥയായിരുന്നു പണ്ടൊക്കെ. അതിനെയാണ് ഇവരിങ്ങനെ പുനർജീവിപ്പിച്ചിട്ട് മാറ്റിയെടുത്തേക്കുന്നത്. പുതിയൊരു കൾച്ചർ, നിങ്ങൾക്ക് പുതിയ ലൈബ്രറികൾ, പുതിയ ക്ലാസ് മുറികൾ എല്ലാം ഡിജിറ്റലാക്കി മാറുന്ന പുതിയ കാലഘട്ടത്തിൽ പുതിയൊരു മോഡലാണിത്. റോൾ മോഡൽ, നടക്കാവ് മോഡൽ. അഭിമാനമുണ്ടോ ഇതൊക്കെ? വളരെ അഭിമാനമാണ്. കാരണം ഒരു സ്റ്റെരിയോടൈപ്പാണ്. കാരണം ഈ ഗവൺമെൻറ് സ്കൂൾ എന്ന് പറയുന്നത് ഒരു മോശം അവസ്ഥയിലാണ് എന്നുള്ള എല്ലാവർക്കും ഒരു മനസ്സുണ്ട്. അങ്ങനെ ഒരു പ്രൊജക്റ്റിൻ്റെ പാർട്ടാവാൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇവിടുത്തെ ഈ കാശ്മീർ മണ്ണിൽ ശ്രീനഗറിൽ വന്നിട്ട് ഇങ്ങനെ പ്രത്യേക കേരളത്തിൻ്റെ ഇങ്ങനെ ഭംഗിയായി അവതരിപ്പിക്കാൻ സാധിച്ച സന്തോഷമുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. വൈകാലക്ഷ്മി. കുറേ വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. എത്ര വർഷമായി പഠിക്കുന്നു? ഞാൻ 6 വർഷമായിട്ട്. ആദ്യമായിട്ടാണോ കേരളത്തിന് പുറത്തൊരു പെർഫോമൻസ്? അതെ, പുറത്ത് ആദ്യമായിട്ടാണ്. എന്തോ നമ്മൾക്ക് എന്ത് പറയാനുള്ള നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു സ്റ്റേജിൽ കണ്ടു. ഒരേ സമയം ഇങ്ങനെ എന്താ പറയുക, മനുഷ്യഭാരം വളയാത്ത പോലെ വളഞ്ഞു നിന്നൊക്കെ ചെയ്തു. എന്താണ് പറയാനുള്ള ഈ പ്രേക്ഷകരോട്? എന്താ വെച്ചാൽ ഞങ്ങളധികം പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ കളരിയിൽ നിന്ന് ഒരു പ്രാവശ്യമേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ. എന്നാലും ഞങ്ങൾക്ക് നല്ലോണം ഇവിടുന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നല്ലതായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ മലയാളത്തിൻ്റെ ദൃശ്യവിരുന്ന് ഇവിടെ കാശ്മീരിൽ ശ്രീനഗറിൽ അവതരിപ്പിച്ച കുട്ടികളാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ശ്രീനഗറിൽ നിന്നും ക്യാമറമാൻ ധനേഷിനൊപ്പം എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chumar TV show. Exclusively on Jaihind TV. Stay tuned for the 1,000 countdown.